ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിലാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊച്ചുള്ളി ഇട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ടിടണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി. ഈ മസാലകളെല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായി വരണം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം മസാല ഒന്ന് ചൂടായി വരാൻ, ആ മസാലയുടെ എല്ലാം ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് മൺചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ നമ്മൾ എടുക്കുന്ന ചിക്കൻ പോലെ ഇരിക്കും ചിക്കൻ കറിയുടെ ടേസ്റ്റും വരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളിയും മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ചിക്കൻ കറി എന്ന് പറയുമ്പം പല രീതിയിലും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ കറി ഞാനിപ്പോൾ ഇന്നും മൺചട്ടിയിൽ ഈ രീതിയിലാണ് വെച്ചത്. പല രീതിയിലും തേങ്ങ വറുത്തരച്ചും വെക്കാറുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പെടുത്ത് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർക്കുക. തക്കാളിയും കറിവേപ്പിലയും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ തന്നെ വേവിച്ച് എടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട്. കാര്യം എനിക്ക് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തത്. അതിനുശേഷം ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് ചിക്കൻ മസാല ചേർത്തു. അല്പം കുരുമുളക് പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ കിടന്ന് ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് വെന്ത്, ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല ജ്യൂസി ആവണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മൺചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മൺചട്ടിയിൽ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.